കെ ശബരിനാഥിനെ കളത്തിലിറക്കി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ നിർണായക നീക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയം. നഗരസഭയിലെ ആദ്യഘട്ട UDF സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കവടിയാർ വാർഡിൽ KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനാണ് കോൺഗ്രസ് ക്യാമ്പ് തയ്യാറെടുക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കമാൻഡ് പ്രതിനിധിയുടെ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. മുൻ അരുവിക്കര MLAയും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായ ശബരിനാഥന് യുവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് UDFിനു വേണ്ടി തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയ ഏജൻസികളുടെ കണ്ടെത്തൽ. ശബരിക്ക് പുറമെ യൂത്ത് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും സ്വീകാര്യതയുള്ള മുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരസഭയിലെ 101 വാർഡുകളിലൂടെയും K മുരളീധരൻ നയിക്കുന്ന പദയാത്രയ്ക്ക് അടുത്ത ദിവസം തുടക്കമാകും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചേക്കുമെന്നാണ് സൂചന. കേരളത്തിന്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഘടകകക്ഷികളുമായി അടക്കം ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിലെ 10ൽ നിന്ന് സ്ഥിതി മെച്ചപ്പെടുത്താനായില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. എന്തായാലും തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ നിർണായക നീക്കമാണ് നടത്തുന്നത്. KS ശബരിനാഥനെ തന്നെ കളത്തിലിറക്കി അടവ് നയം പ്രയോഗിക്കുകയാണ് കോൺഗ്രസ്. നാളെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഹൈക്കമാൻഡ് നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. ഡാൻ കുര്യൻ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലയിലുള്ള നേതാവാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരാളെ കളത്തിലിറക്കുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, നിലവിൽ 3ാം സ്ഥാനത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ എന്തടവ് നയമാണ് കോൺഗ്രസ് പയറ്റുന്നത്? എന്താണ് ശബരിനാഥനെ ഇറക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? അരുവിക്കര MLAയും നിലവിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായ KS ശബരിനാഥന് യുവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിനാഥനെ നഗരസഭയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള K മുരളീധരൻ, MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്തുള്ള, അതായത് KS ശബരിനാഥന്റെ താമസ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള കവടിയാർ വാർഡിലായിരിക്കും ശബരിനാഥൻ മത്സരിക്കാൻ ഇറങ്ങിയത്. സ്വന്തം വാർഡ് വനിതാ സംവരണ വാർഡ് ആയതിനാലാണ് KS ശബരിനാഥന് കവടിയാറിൽ നിന്ന് മത്സരിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത്. അതോടൊപ്പം മറ്റ് മഹിളാ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും യുവമുഖങ്ങളും സ്വീകാര്യതയുള്ള യുവമുഖങ്ങൾ കൂടി ഈ മത്സരരംഗത്തേക്ക് വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. നാളെ 101 വാർഡുകളിലൂടെയും നഗരസഭയിലെ 101 വാർഡുകളിലൂടെയും K മുരളീധരൻ നയിക്കുന്ന ഒരു പദയാത്രയ്ക്ക് തുടക്കമാവുകയാണ്. തിരുമലയിൽ പ്രതിപക്ഷ നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു മുന്നോടിയായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതായത് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളുമായും ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് ലഭിക്കുന്ന സൂചന. ഞാൻ ഈ MLA സ്ഥാനാർത്ഥിയെ നിയമസഭയിലേക്ക് മത്സരിച്ച ആളാണ് ശബരി. അപ്പോൾ ആ ശബരി താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്നത് സൂചിപ്പിക്കുന്നത് ഓരോ പാർട്ടിക്ക് ഓരോ സീറ്റും അതീവ നിർണായകം എന്ന് തന്നെയല്ലേ? അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഫലം സ്വാധീനിക്കുമെന്നൊരു സാഹചര്യത്തിലാണ് അതിനെ വളരെ ഗൗരവത്തോടെ തന്നെ കാണാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത്. മാത്രമല്ല, BJPയും CPMഉം വലിയ തരത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതേ പ്രാധാന്യത്തോടെ തന്നെ, തുല്യ പ്രാധാന്യത്തോടെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് KS ശബരിനാഥനെ തന്നെ കളത്തിലിറക്കണമെന്നൊരു പൊതു ആവശ്യം ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് പല പേരുകളും വന്നിരുന്നു. പക്ഷേ നിയമസഭാ സീറ്റ് ലക്ഷ്യം വെച്ചിരിക്കുന്ന പല നേതാക്കളും ആ ഒരു കാരണം കൊണ്ട് തന്നെ പിൻവാങ്ങിയ പശ്ചാത്തലത്തിലാണ് ശബരിനാഥനെ തന്നെ മുന്നിൽ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. ഡാൻ, നമുക്ക് വളരെ വ്യക്തമാണ്, ശബരിയെ തന്നെ ഇറക്കിയ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ അവിടെ ചിത്രം വ്യക്തമാണ്. BJP ഏറ്റവും പ്രതീക്ഷ വെക്കുന്നിടത്ത് പരമാവധി ശക്തിയുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ലക്ഷ്യം, അല്ലേ? അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്.
മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ 10 സീറ്റിൽ നിന്ന് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയായി UDF മാറും. അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതായിരിക്കില്ല. കോൺഗ്രസ് നേതൃത്വം അതിന് മറുപടി പറയേണ്ടി വരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയും ശബരിനാഥനുമായി മുതിർന്ന നേതാക്കൾ തന്നെ സംസാരിച്ച് മത്സരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയം കഴിയുന്നതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.